ഫ്രണ്ട്സ്, അപ്പോൾ രേഖാചിത്രം മൂവി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ ചാനൽ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു മൈ ചാനൽ. യെസ്, അപ്പോൾ രേഖാചിത്രം നമ്മുടെ ആസിഫ് അലി നായകനായിട്ടുള്ള മൂവിയാണ് രേഖാചിത്രം. ജോഫിനാണ് ഡയറക്ടർ. ഇതിനു മുമ്പ് പുള്ളി ചെയ്തിട്ടുള്ളത് പ്രീസ്റ്റ് ആണ്, നമ്മുടെ മമ്മൂക്കാട മൂവിയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അത്യാവശ്യം അന്ന് ആ സമയത്ത് അത്യാവശ്യം കളക്ട് ചെയ്തൊരു മൂവിയാണ് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം രേഖാചിത്രത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മുടെ ആസിഫ് അലി ഉണ്ട്, മനോജ് കെ ജെയിൻ ഉണ്ട്, അനശ്വര രാജൻ, പിന്നെ നമ്മുടെ സിദ്ദിഖ് ഇക്ക, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു ഒരു അത്യാവശ്യം നല്ലൊരു ത്രില്ലർ ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ രേഖാചിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത്, അതായത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന ലൊക്കേഷനിൽ നടന്ന ഒരു സംഭവം, അതിനെ ചുറ്റിപ്പറ്റി അവിടെ ഒരു അതിൻ്റെ അടുത്തൊരു കൊലപാതകം നടക്കുക, അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടികളാണ് സിനിമയിലുള്ള. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ത്രില്ലർ, ഇങ്ങനെ നമുക്കൊരു ത്രില്ലർ സിനിമ കാണുന്ന ഒരു ഫീലാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് ഭയങ്കര സ്ലോ ബേസിലാണ് ഈ സിനിമ പോകുന്നത്. ഭയങ്കര എടുത്തടിച്ച കണക്ക് ഭയങ്കര സ്പീഡിൽ ടക്കനെ കാര്യങ്ങൾ തീർക്കുന്ന ഒരു മൂവിയല്ല. സ്ലോ ബേസിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആ ഒരു ഫ്ലോയിൽ പോകുന്ന ഒരു മൂവിയാണ് രേഖാചിത്രം. ഇപ്പോൾ പെർഫോമൻസിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആസിഫ് അലി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്കറിയാം ആസിഫ് അലിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ആസിഫ് അലി ഇതിനു മുമ്പ് ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിലും പോലീസായിട്ടാണ് ആശ നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അനശ്വര രാജനുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു വലിയൊരു ചർച്ചയാണ് ഇതിനകത്ത് മമ്മൂക്ക ഉണ്ടോ എന്നുള്ള കാര്യം. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞാണ് മമ്മൂക്ക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സിനിമ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പരിപാടികൾ സിനിമയിലുണ്ടെന്ന് ഇങ്ങനെ ഒരു റൂമർ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. എന്ത് പറയാനായിട്ട്, എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോയിലാണ് പടം പോകുന്നത്. കിടിലൻ ത്രില്ലറാണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു ഒരു ക്ലൈമാക്സ്. നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ ആയിരിക്കും കൊന്നത് എന്നുള്ള പരിപാടി. അത് വേറൊരു രീതിയിലാണ് അവർ ചെയ്തത്. ഭയങ്കര വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ഒരു ആവറേജ് ആയിട്ട് രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ് അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ലേഡി ആയിട്ട് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പേര് ഞാൻ പറയുന്നില്ല, സോറി, ക്യാരക്ടർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആട്ടം സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. എനിക്ക് ആസിഫ് അലി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയാണ് ഒരു ആക്ട്രസ് എന്നുള്ള ഒരു അഭിനയം എന്നുള്ള നിലയിൽ പുള്ളിക്കാരി വേറെ ലെവൽ രീതിയിൽ ചെയ്യും. അനശ്വരനേക്കാളും ഒരു പടി മുകളിൽ പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ എടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു സ്ലോ ബേസിൽ പോകുന്ന ഒരു കിടുക്കൻ ത്രില്ലറാണ്. അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുറച്ച് പരിപാടികളും സിനിമയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാരെ കുറച്ച് സർക്കസ്റ്റിക് ആയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ടെക്നോളജിയൊക്കെ വളരെ നന്നായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. VFX ആയിരുന്നാലും എല്ലാം, എന്ത് സംഭവമായിരുന്നാലും നല്ല രീതിയിൽ സിനിമ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ആകെപ്പാട് ഒരു പോരായ്മ തോന്നിയത് ഇച്ചിരി സ്ലോ ആയി പോയോ എന്നൊരു പരിപാടിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സിനിമ ഗംഭീരമാണ്, അടിപൊളി ട്വിസ്റ്റാണ്, കാര്യങ്ങളെല്ലാം. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് രേഖാചിത്രം. സോ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതുപോലെ തന്നെ ചാനൽ വീണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.